നമസ്കാരം, ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാട്ട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നീറിക്കാടുള്ള തണലോരമാണ്. നീറിക്കാട് എന്ന സ്ഥലത്ത് തണലോരത്താണ് ഞാൻ നിൽക്കുന്നത്. അതിമനോഹരമായ സ്ഥലമാണ്. നമ്മുടെ തണലോരത്തേക്ക് കയറുകയാണ്. ഇതിൻ്റെ എൻട്രൻസ് ആണ് ഇത്. മരങ്ങളൊക്കെ നല്ല ഇടകലർന്ന് നിൽക്കുകയാണ്. ഓരോരോ മരങ്ങൾ നോക്കി എന്ത് തണലാണ് ഇവിടെ നോക്കി. എന്ത് രസമായ സ്ഥലം. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. കോട്ടയം പട്ടണത്തോട് ഏകദേശം അടുത്ത്. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? ഇടയ്ക്ക് വരാറുണ്ട്. വരാറുണ്ടോ? എവിടെ സ്ഥലം? ഇവിടെ ഉറക്കിലോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പ്രകൃതി നല്ല സുഖം അല്ലേ? തണലും തണലെല്ലാം ഉണ്ട്. ഇവിടെ അധികം ആൾക്കാർ വരാറുണ്ടോ? ആൾക്കാർ വരുന്നുണ്ട്. ഉണ്ടോ? എത്ര മണി വരെ ഇതിൻ്റെ പരിപാടി? രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ. 6 മണി വരെ ഫാമിലി ആയിട്ട് ആൾക്കാർ? ഫാമിലിയായിട്ട് കുട്ടികളും. ഇത് ഏത് സ്ഥലമാണെന്ന് കറക്റ്റ് പറയാമോ? ഇത് അയർക്കുന്നം വില്ലേജ് നീർക്കാട്ട് കരയിൽ. നീർക്കാടാണ് സ്ഥലം. ഇവിടെ എത്തണമെങ്കിൽ എങ്ങനെയാണ്, ഏത് വഴിയിലൊക്കെ എത്താൻ പറ്റും? ഒന്ന് കാക്കത്തോട് പോത്തുമൂട് വഴി, പോത്തുമൂട് പാലം തൊട്ട് കാക്കത്തോട് വഴി ഈ സ്ഥലത്ത് എത്താം. പിന്നെ അയർക്കുന്നത്ത് നിന്ന് മുതലവാല കവല കാക്കത്തോട് റൂട്ട്. ഇത് പഞ്ചായത്തിൻ്റെ ആണോ അതോ പഞ്ചായത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണോ അതെങ്ങനെയത്? പഞ്ചായത്തൊന്നും ഏറ്റെടുത്തിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾ നദീതര സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇത് അങ്ങോട്ട് ഒത്തിരി സ്ഥലം കിടപ്പുണ്ടോ അതോ? 10 ഏക്കറുള്ള സ്ഥലമുണ്ട്. 10 ഏക്കർ സ്ഥലമോ? അങ്ങ് കിടക്കുക? അത് പല ഫ്ലോട്ടായിട്ട് കിടക്കുന്നത്. മുളയുണ്ട്, പരുത്തി, അങ്ങനെ കുറേ മരങ്ങൾ. ഓക്കെ. എന്നാ പേരെന്നായിരുന്നു? എൻ്റെ ഒരു അനിൽകുമാർ. തണലോരം അല്ലേ? ഇതിൻ്റെ പ്രവർത്തനത്തെ പറ്റി ഒന്ന് പറയാം. എന്തൊക്കെ ഇവിടെ ഉണ്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഊഞ്ഞാലുകളുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കേണ്ട മുള കൊണ്ടുള്ള സംഭവങ്ങൾ. ഈ വെള്ളം കയറുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മുള കൊണ്ട് വെച്ചാൽ എല്ലാ വർഷവും നിൽക്കത്തില്ല. നമ്മളിനി കുറച്ച് സിമിലിൻ്റെയൊക്കെ കുറേ ആൾക്കാരെ കൊണ്ടൊക്കെ സ്പോൺസർ ചെയ്യിപ്പിച്ചിടാൻ വേണ്ടിയുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ തൊട്ടപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു കടവുണ്ട്. ആ കടവിൽ 4 അമ്പലത്തിലെ ആറാട്ട് കുളിക്കുന്ന കടവാണ്. ഒന്ന് അയ്യങ്കോവിൽ, 2 ഇവിടെ കൊട്ടാരം ക്ഷേത്രം, 3 നരിമറ്റമ്പലം, ചുമയങ്കര അമ്പലം. ഈ 4 അമ്പലത്തിലെ ആറാട്ട് കുളിക്കുന്ന കടവുണ്ട്. പക്ഷേ ആ കടവിലോട്ടുള്ള വഴി ഇതുവരെയായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ ബഹുമാനപ്പെട്ട MLA അതിനെക്കുറിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്, റെഡിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഫണ്ടിങ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണല്ലോ ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് എടുത്താണ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സ്പോൺസേഴ്സുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരും എല്ലാം വെച്ച് ഇതിനകത്ത് ബെഞ്ചോ അല്ലെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ താല്പര്യം അറിയിക്കുന്നു. പിന്നെ ചെറിയൊരു ബോട്ടിംഗ് കൊണ്ടാണുള്ള പരിപാടിയുണ്ട്. കുറച്ചധികം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിച്ചേട്ടാണ് എൻ്റെ പുറം എല്ലാ പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എനിച്ചേട്ടൻ പറഞ്ഞു തരും. ഞങ്ങളെ എല്ലാം ഒരു കൂട്ടായ്മയാണ്. മിനച്ചിലാറ് മീനന്തിലാറ് കുടുംബ ഭക്തിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു കൂട്ടായ്മയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സാറാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. അങ്ങനെ ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും കൂടി ചേർന്ന് നടത്തുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് പൊതുജനങ്ങളുടെയും നിങ്ങളെപ്പോലുള്ളവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് കൊണ്ടുപോകാം. അത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ ചെയ്തൊരു പരിപാടിയാണ്. ഇതൊക്കെ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്? പക്ഷേ കുട്ടികൾക്ക് കളിക്കാനുള്ള കൂടുതൽ സൗകര്യങ്ങൾ എന്നാൽ കുട്ടികളെ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കുകയാണ്. അവരുടെ ഫോണിൻ്റെ ഉപയോഗങ്ങളും മറ്റുള്ള ദുശ്ശീലങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാകും. കളിക്കാനുള്ള ഊഞ്ഞാലുകളെ, പിന്നെ ഈ ഊർന്നിറങ്ങുന്ന സാധനം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ പിള്ളേർക്ക്. ചെസ്, ക്യാരംസ് ബോർഡ് അതൊക്കെ കിട്ടുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് കളിക്കാനുള്ള സൗകര്യം, നല്ലൊരു അന്തരീക്ഷമുണ്ട് ഇവിടെ. ഞങ്ങൾ ചെറിയൊരു വോളിബോൾ കോർട്ട് അപ്പുറം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതും ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ റെഡിയാക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം നട്ടുവെച്ചാണ്. ഈ സമയത്ത് കയറിയാൽ ഇതേ തണലാണ്. ഇവിടെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വെയിൽ സമയങ്ങളിൽ വരിക. എല്ലാവരും വിചാരം തണ്ണൂർ പറയുമ്പോഴത്തേക്കും മിക്കവാറും ആൾക്കാരൊക്കെ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്നത്. ശരിക്കും ഇവിടെ വരേണ്ട ഉച്ച സമയത്ത് ഇതേ കാലാവസ്ഥ, കൂളിങ്, നല്ല കാറ്റ്, വിശ്രമിക്കാൻ പറ്റിയ കേന്ദ്രം. അതെ, വെയിലിനും ചൂടിനും AC എഫക്റ്റ് അല്ലേ? AC മേടിക്കാതെ ഇവിടെ വന്നിരിക്കാം. തീർച്ചയായിട്ടും. അതെ അതെ, AC എഫക്റ്റ് ഉണ്ട്. കാരണം പറഞ്ഞാൽ ഞങ്ങൾ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. അതെ, ഓക്കെ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ?
നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് തന്നെ വന്നിരുന്നത്, പ്രത്യേകിച്ച് കപ്പിൾസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സ്ഥലമാണ് അവർ തന്നെ വന്നിരിക്കുന്നവർക്ക്. എല്ലാവർക്കും കൂടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റും കൂടെ ഉണ്ടാക്കിയാൽ വിത്ത് ഫാമിലി നല്ലതാണ്. ഡേ ടൈമിൽ ചൂട് നമ്മൾ അറിയുന്നേ ഇല്ല. നന്നായിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇനിയും ഉണ്ടാകും. ഓക്കെ. അവരാണ് അവനെ കേട്ടില്ലേ? എവിടെയാ താമസിക്കുന്നത്? ഞാൻ ഇവിടെ അല്ല, ഞാൻ എറണാകുളം. എറണാകുളം. ഇത് അറിഞ്ഞു വന്നാണോ ഇവിടെ? അല്ല, ഞാൻ ഇവിടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം അതിന് വേണ്ടി വന്നപ്പോൾ ഇവിടെ റീലിലും യൂട്യൂബിലൊക്കെ കണ്ടു വന്ന. ഓക്കെ. ഇഷ്ടപ്പെട്ടോ ഇവിടെ വന്നപ്പോൾ? നല്ലൊരു അന്തരീക്ഷം. ടൗണിൽ നിന്നൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. ഓക്കെ. എന്നാ മോൻ്റെ പേരെന്നാ? സുഹൈൽ. സുഹൈൽ. എങ്ങനെയുണ്ട് ഇവിടെ കയറി ഇരുന്നിട്ട്? കുഴപ്പമില്ല, നല്ല ആള്. എവിടെ, എറണാകുളമാണോ വീട്? അതോ ഞാൻ എറണാകുളം തന്നെ. ഇതിന് വന്നാണോ പരീക്ഷയ്ക്കകത്താണോ? പരീക്ഷയ്ക്ക് കൂട്ടുകാരെ എക്സാം എഴുതാൻ വന്നു. ഓക്കെ. ഓക്കെ. ഇഷ്ടപ്പെട്ടോ സ്ഥലം? കുഴപ്പമില്ല, നല്ല സ്ഥലം. തണുപ്പല്ലോ അല്ലേ? സൈഡിൽ വണ്ടിക്കകത്ത് വെള്ളമുണ്ടോ? എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.